എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേണി വന്നിന്നിൽ എന്നും അധിവസിക്കാം വന്ന ഉന്നതനാം തങ്ക പ്രാവേണി വന്നിന്നിൽ എന്നും അധിവസിക്കാം. സുഭാഷിതം. യെഹെസ്കേൽ പ്രവചനം 13-ാം അധ്യായത്തിൽ നിന്നും 5-ാം വാക്യം വായിക്കുന്നു. യഹോവയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ ഇടിവുകളിൽ കയറിയിട്ടില്ല, ഇസ്രായേൽ ഗൃഹത്തിനു വേണ്ടി മതിൽ കെട്ടിയിട്ടുമില്ല. യു ഹാവ് നോട്ട് ഗോൺ അപ്പ് ഇൻ ടു ദ ഗ്യാപ്സ് ടു ബിൽഡ് എ വാൾ ഫോർ ദ ഹൗസ് ഓഫ് ഇസ്രായേൽ ടു സ്റ്റാൻഡ് ഇൻ ദ ബാറ്റിൽ ഓൺ ദ ഡേ ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ ഈ അരുളപ്പാടുകൾ ഇസ്രായേലിലെ കള്ളപ്രവാചകന്മാരോടാണ് പ്രവചിക്കുന്നതെന്ന് 1-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ദൈവത്തിന് പകരമായി സംസാരിക്കുന്നവരാണല്ലോ പ്രവാചകന്മാർ. ചരിത്രത്തിൽ പലരെയും പ്രവാചകന്മാരായി കണക്കാക്കിയിട്ടുണ്ട്. ഒരു ദൈവത്തിന്റെ പ്രവാചകൻ എങ്ങനെയുള്ളവനായിരിക്കണമെന്ന് ദൈവം അരുളി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അല്പമായി ചിന്തിക്കാം. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ മോശ എന്ന പ്രവാചകനെക്കുറിച്ച് ദൈവം അരുളി ചെയ്തത്: നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. ഇവിടെ വളരെ ലളിതമായ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നു എങ്കിലും ദൈവം ദർശനങ്ങളിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നവനാണ് പ്രവാചകൻ. സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യും. സ്വപ്നങ്ങളും ദർശനങ്ങളും ഒക്കെ ലഭിക്കുവാൻ മോശയ്ക്കുണ്ടായിരുന്ന ക്വാളിറ്റീസും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം തന്നെ അരുളി ചെയ്യുന്നു: എന്റെ ദാസനായ മോശയോ, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അപ്പോൾ ഒരു പ്രവാചകൻ വിശ്വസ്തനായിരിക്കണം. ദൈവം മോശയോടെ അഭിമുഖമായി സംസാരിച്ചു എന്നെഴുതിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 7:1 പറയുന്നു: ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ പറയണം. യഹോവ കൽപ്പിക്കുന്നത് പറയുന്നവനാണ് പ്രവാചകൻ. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പ്രവാചകൻ ദൈവത്തിന്റെ വക്താവാകുന്നു. അവൻ ദൈവത്തിന്റെ നാമത്തിലും അവന്റെ അധികാരത്തിലും സംസാരിക്കുന്നു. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്: ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. ദൈവത്തിന്റെ വചനങ്ങൾ നാവിന്മേൽ ഉള്ളവനാണ് പ്രവാചകൻ. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം എന്നും കൂടെ എഴുതിയിരിക്കുന്നു. ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല എന്ന് 22-ാം വാക്യം പറയുന്നു. 2 പത്രോസ് 1:21 പറയുന്നു: പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. എന്നാൽ നാം വായിച്ച വാക്യത്തിലെ പ്രവാചകന്മാർ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം മനസ്സിൽ നിന്ന് പ്രവചിക്കുന്നവരായിരുന്നു. അവർ വ്യാജവും കള്ളപ്രശ്നവും ദർശിച്ചിട്ട് യഹോവയുടെ നാമത്തിൽ അരുളി ചെയ്തു. അവർ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയോ മാനസാന്തരപ്പെട്ട് മടങ്ങി വരികയോ ചെയ്തില്ല. വ്യാജം ദർശിക്കുകയും കള്ളപ്രശ്നം പറയുകയും ചെയ്ത പ്രവാചകന്മാർക്ക് ദൈവത്തിന്റെ കൈ വിരോധമായി ഭവിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 2:17 പറഞ്ഞിരിക്കുന്നത്: അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എഫേസ്യർ 4:11 പറഞ്ഞിരിക്കുന്നു: അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്ദേശവാഹകരെന്ന നിലയിൽ ജനം നാശത്തിലേക്ക് പോകാതിരിക്കുവാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട ചുമതല എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ട് എന്ന് നാം മറന്നു പോകരുത്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിന്റെ വിശ്വസ്തതയിൽ അന്ത്യം വരെ നിലനിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ
വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയിർത്തവൻ വാനലോകമതിൽ ചെന്നു. സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ